എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 45 ശ്ലോകം 7, 8, 9, 10, 11, 12, 13, 14, 15 9 ശ്ലോകങ്ങളെ ഇന്ന് നമുക്ക് നോക്കാം. അച്ഛനമ്മമാര് ആ കുട്ടികളെ ആശ്ലേഷിക്കാതെ രാമകൃഷ്ണന്മാരെ കണ്ടപ്പോ ഈശ്വരഭാവേന നിൽക്കണത് കണ്ടപ്പോ ഭഗവാൻ അത് മാറ്റി വേഗം അവർക്ക് ആ വാത്സല്യം ഇങ്ങനെ ആ പുത്രന്മാരിലേക്ക് ഇങ്ങനെ ഒഴുകണം. അങ്ങനെ അവരുടെ മനസ്സങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ് ഭഗവാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. മാതരം പിതരം വൃദ്ധം ഭാര്യാം സാധ്വീം സുതം ശിശും ഗുരും വിപ്രം പ്രപന്നം ച കൽപ്പോ വിഭ്രശ്വസന്മൃത. മാതാപിതാക്കന്മാരെ രക്ഷിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ഒരാള് ആരെയെല്ലാം ഏതേത് അവസ്ഥയിൽ ഏതേത് വിധം രക്ഷിക്കണമെന്നുള്ള ആ നിഷ്കർഷ സാമാന്യമായിട്ട് പറയണം. ഒരു മനുഷ്യൻ ശരീരത്തിന് രോഗമൊന്നും ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ അവന്റെ അമ്മയെ ഏതു കാലത്തും രക്ഷിക്കണം. പിതാവിന് പണിയെടുക്കാൻ വയ്യാത്ത വിധം വൃദ്ധതയോ രോഗമോ ഒക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും പിതാവിനെയും പാലിക്കണം. ഭാര്യ ഭർതൃഹിതത്തെ അനുസരിച്ച് നടക്കുന്ന പതിവ്രതയാണെങ്കിൽ ഭാര്യയെയും രക്ഷിക്കണം. പ്രവൃത്തിയെടുത്ത് ജീവിക്കാൻ തക്ക പ്രായമെത്താത്ത പുത്രനെയും അജ്ഞാനാന്ധകാരത്തെ തീർത്ത് ആത്മജ്ഞാനം പ്രകാശിപ്പിച്ച് പരമപുരുഷാർത്ഥം സാധിപ്പിച്ചു തന്ന പരമഗുരുവിനെയും എന്നെ രക്ഷിക്കണേ എന്ന് അപേക്ഷിച്ച് വന്ന വേദവിത്തായ ബ്രാഹ്മണനെയും പരിപാലിക്കാത്തവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മരിച്ചവനോട് സദൃശനാണ് എന്നതാ പറയുന്നു. ഒക്കെ നമുക്ക് ലോകത്തിലെ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗവതത്തിൽ ഇതൊക്കെ വിസ്തരിച്ച് ശ്രീ ശുഖബ്രഹ്മർഷി പറയണത്. ഇതിപ്പോ ഭഗവാൻ പറയണതായിട്ട് തന്നെ. തന്നാവകൽപ്പയോ കംസാ നിത്യമുദ്വിഗ്നചേതസോ മോഘമേധേ വ്യതിക്രാന്ത ദിവസാവാം അനർച്ചതോ. മനഃപൂർവ്വമല്ല നിങ്ങള് പൂജിക്കാതിരുന്നതെന്ന് പറയാ ഭഗവാൻ. ദുർബുദ്ധിയായിട്ടുള്ള കംസ നിമിത്തം ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഭയം ഉണ്ടായിരുന്നു. പറയാ സാധാരണ കുട്ടികളെ പോലെ ഞങ്ങക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു കംസന്. അപ്പൊ ബലിഷ്ഠനായ കംസനോട് എതിർക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. ഞങ്ങള് കുട്ടികളായിരുന്നില്ലേ, അപ്പൊ ഞങ്ങള് അപ്രാപ്തരായിരുന്നു അച്ഛ അമ്മ. അതുകൊണ്ട് ഈ 11 വയസ്സ് വരെയുള്ള ഞങ്ങളുടെ ദിവസങ്ങള് നിങ്ങളെ പൂജിക്കാത്തത് കൊണ്ട് വ്യർത്ഥങ്ങളായിട്ട് കഴിഞ്ഞുപോയി. ഇതൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോ അവരുടെ കണ്ണുനീര് അശ്രുധാരയായിട്ട് ഇങ്ങനെ ഒഴുകുക. തൽക്ഷന്തുമർഹതസ്താത മാതർന്നോ പരതന്ത്രയോ അകുർവതോർവാം ശുശ്രൂഷാം ക്ലിഷ്ടയോ ദുർകൃതാഭൃശം. നിങ്ങളും ദുർബുദ്ധിയായിട്ടുള്ള ആ കംസ നിമിത്തം എത്ര ക്ലേശം അനുഭവിച്ചത്. പരാധീരന്മാരായ ഞങ്ങൾക്ക് നിങ്ങളെ ശുശ്രൂഷിക്കാനും സാധിച്ചില്ല, നിങ്ങളെ സഹായിക്കാനും ഞങ്ങൾക്ക് സാധിച്ചില്ല. അച്ഛ അമ്മേ, നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ അപരാധത്തെ ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് പിന്നെ നമസ്കരിക്കുകയാണ്. ശ്രീ ശുക ഉവാച ഇതി മായാ മനുഷ്യസ്യ ഹരേർ വിശ്വാത്മനോ ഗിര മോഹിതാവംഗമാരോപ്യ പരിഷ്വജ്യാപതുർമുദം. സകല ലോകത്തെയും മാതാവ് പിതാവ് പുത്രൻ ഭാര്യ ഭർത്താവ് എന്ന ഭാവനയാൽ അന്യോന്യം സ്നേഹിപ്പിച്ച് ലോകധർമ്മത്തെ നടത്തിക്കൊണ്ടിരിക്കുന്ന പരമാത്മാവായ മായാമനുഷ്യൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോ അതിസ്നേഹപരവശരായ ദേവകിയും വസുദേവനും വേഗം അപ്പോഴേക്കും അവരുടെ ഭാവമൊക്കെ അങ്ങോട്ട് മാറി. ആ പുത്രന്മാരെ മടിയിലെടുത്ത് അങ്ങോട്ട് വെച്ച് വേഗം ഓടിച്ചെന്നങ്ങോട്ട് മടിയിലിരുത്തി ആലിംഗനം ചെയ്തങ്ങോട്ട് പരമസന്തോഷത്തോടെ ആ ധാരധാരയായിട്ടുള്ള അശ്രുക്കൾ അവരുടെ ശിരസിലേക്ക് ഇങ്ങനെ ഒഴുകി. അവർക്കൊന്നും സംസാരിക്കാൻ പറ്റണില്ല. എന്തൊരു സ്നേഹ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇവർക്ക് ഞങ്ങളോട്. സിഞ്ചന്തൗ അശ്രുതാരാഭി സ്നേഹപാശേന ചാവൃതൗ ന കിഞ്ചിദൂചദൂരാജൻ ബാഷ്പകണ്ഠൗ വിമോഹിതൗ. രാജാവേ, അർത്താൻ മുറിയാത്ത പാശത്താൽ എന്ന പോലെ സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടു അവർ. അപ്പൊ
എത്ര കാലവും ഇവരുടെ ഈ മൊഴി കേൾക്കാൻ സാധിച്ചില്ലല്ലോ ഞങ്ങൾക്ക്. അങ്ങനെയുള്ള വിചാരം കൊണ്ട് രണ്ടുപേരുടെയും കണ്ണിൽ നിന്ന് ഇങ്ങനെ ധാരധാരയായിട്ട് ഒഴുകാണ് അശ്രുക്കള്. ഹൃദയത്തിലോ എന്താന്നറിയാത്തൊരു വിഷമം. തൊണ്ടയൊക്കെ അങ്ങോട്ട് ഇററി ഒരക്ഷരം അവർക്ക് മിണ്ടാൻ പറ്റണില്ല. രണ്ടുപേർക്കും ഒന്നും പറയാതെ അവരിങ്ങനെ കെട്ടിപ്പിടിച്ച് തേങ്ങണുണ്ട് ഇടയ്ക്ക്. അങ്ങനെ കണ്ണുന്നിങ്ങനെ കണ്ണുനീര് അവരുടെ ശിരസിലേക്ക് ഇങ്ങനെ ഒഴുകുക. പുത്രന്മാരെ അവര് ആ അശ്രുധാരകളെ കൊണ്ട് ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. ഏവമാശ്വാസ്യ പിതരൗ ഭഗവാൻ ദേവകീസുത മാതാമഹം തു ഉഗ്രസേനം യദൂനാം അകരോ നൃപം. എല്ലാം ചെയ്യാൻ സമർത്ഥനായ ശ്രീകൃഷ്ണൻ ആ മാതാവിനെയും പിതാവിനെയും ഇങ്ങനെ ആശ്വസിപ്പിച്ചിട്ട് പിന്നെ ആരാ മുത്തശ്ശൻ ബന്ധനത്തിൽ കിടക്കുക അല്ലെ. ആ മുത്തശ്ശനായ ഉഗ്രസേനനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. എന്നിട്ട് യദുക്കളുടെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. യയാതിയുടെ ശാപം കൊണ്ട് യദുക്കൾക്ക് രാജ്യത്വം ഇല്ല. പക്ഷെ ഭഗവാനല്ലേ തീരുമാനിക്കണത്. സർവതന്ത്ര സ്വതന്ത്രനായ ഭഗവാൻ ആ മുത്തശ്ശനോടുള്ള സ്നേഹം വാത്സല്യത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അത് മാത്രമല്ല സൽഗുണമുള്ളവരെ ഉയർന്ന പദവി പ്രാപിക്കാൻ അർഹന്മാരാണ് എന്ന് ലോകത്തെ ധരിപ്പിക്കാനും കൂടി വേണ്ടിയിട്ട് തന്റെ അവതാര നിമിത്തം യദുകുലത്തിന് പൂർവ്വത്തിലുണ്ടായിട്ടുള്ള ആ ശാപവും നശിച്ചു എന്നതാ അവനവന്റെ കർമ്മങ്ങൾ കൊണ്ട് തന്നെ ബോധ്യപ്പെടുത്തി. ഭഗവാൻ അങ്ങനെ ചെയ്താൽ പിന്നെ ആർക്കും അതിനെ എതിർക്കാൻ അല്ലെ. ഛത്ര ചാമരാതി ചിഹ്നങ്ങളോടുകൂടി തന്നെ ഉഗ്രസേനനെ രാജാവാക്കി നിശ്ചയിച്ചു. ആഹജാസ്മാൻ മഹാരാജ പ്രജാശ്ചാജ്ഞാപ്തുമർഹസി യയാതിശാപാൽ യദുഭി നാസിതവ്യം നൃപാസനെ. യയാതി രാജാവിന്റെ ശാപനിമിത്തം യദുക്കൾക്ക് ഛത്രചാമരാതി ചിഹ്നങ്ങളോട് കൂടിയിട്ട് സിംഹാസന ആരോഹണം ചെയ്ത് രാജ്യം ഭരിക്കാൻ അധികാരമില്ല. അങ്ങനെയാണ് ശാപം. എങ്കിലും എന്റെ ആജ്ഞ അനുസരിച്ച് അങ്ങയ്ക്ക് രാജാസനത്തിലിരിക്കാൻ അധികാരമുണ്ട്. ഹേ മഹാരാജാവേ, അങ്ങയുടെ ബന്ധുക്കളായ ഞങ്ങളെയും രാജ്യവാസികളായ മറ്റു സകല പ്രജകളെയും വേണ്ടും വിധം ശാസിച്ച് കൽപ്പനകൾ കൊടുത്ത് പരിപാലിക്കാൻ അങ്ങ് അർഹനാണ് എന്ന് ഉഗ്രസേന മഹാരാജാവിനോട് പറഞ്ഞു ഭഗവാൻ. യയാതിശാപം ഭഗവാന്റെ അവതാര നിമിത്തം ഇല്ലാതെയായി. അങ്ങനെ മഹാരാജാവേ എന്നങ്ങോട് ഉഗ്രസേനന് സംബോധന ചെയ്തു ഭഗവാൻ. പിന്നെ അതിനെ ആർക്കാ അതിക്രമിക്കാൻ കഴിയുക? മയി ഭൃത്യ ഉപാസീനെ ഭവതോ വിബുധാദയ ബലിം ഹരന്ത്യവനതാ കിമുദാന്യേ നരാധിപാഹ. രാജ്യം പരിപാലിക്കാൻ എനിക്ക് ശക്തിയില്ല എന്നൊന്നും അങ്ങ് വിചാരിക്കണ്ട. അങ്ങേ സേവിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഞാൻ ഇവിടെ ഉണ്ട്. അപ്പോ ദേവഗന്ധർവാദികൾ കൂടി അങ്ങേ നമസ്കരിച്ച് കപ്പം തരും. പിന്നെ ഈ ലോകത്തിലുള്ള രാജാക്കന്മാര് അങ്ങേക്ക് കീഴടങ്ങുന്ന പ്രത്യേകിച്ച് പറയണോ? അതായത് എന്റെ പ്രസാദം കൊണ്ട് എല്ലാ ശക്തിയും അങ്ങേക്ക് ഉണ്ടാവും എന്ന് ഭഗവാൻ മഹാരാജാവിനോട് മുത്തശ്ശനോട് പറഞ്ഞു. സർവാൻ സ്വാൻ ജ്ഞാതി സംബന്ധാൻ ദിഗ്ഭ്യ കംസഭയാകുലാൻ യദുവൃഷ്ണ്യന്ധകമധുദാശാർഹ കുകുരാദികാൻ. മഹാരാജാവിനോട് പിന്നെ ഭഗവാൻ പറയാണ്, കംസന്റെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം ഓരോ ദിക്കുകളിലേക്ക് ഓടിപ്പോയിട്ടില്ലേ അങ്ങയുടെ സംബന്ധികളായിട്ടുള്ള യദുക്കള് വൃഷ്ണികളൊക്കെ, അവരൊക്കെ ആളയച്ചു വരുത്തി വേണ്ട പോലെ അവരെയും നമുക്ക് സംരക്ഷിക്കണം. എല്ലാവരും വിളിച്ചു വരുത്താൻ അങ്ങതാ കൽപ്പന കൊടുക്കും മഹാരാജാവേ എന്ന് പറയുന്നു. ഒക്കെ പറഞ്ഞു കൊടുത്ത് ഭഗവാൻ ചെയ്യിക്കാണ്. മഹാരാജാവ് എന്നുള്ള പദവിയിൽ ഉഗ്രസേന മഹാരാജാവിനെ നിയമിച്ചു. പിന്നെ ചെയ്യണത് എല്ലാം ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് എല്ലാം ഉഗ്രസേന മഹാരാജാവ് രാജ്യം ഭരിക്കണത്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.